അവസാനം പത്രത്തിൽ കൊടുക്കേണ്ടി വന്നു അല്ലേ? തമ്പി സാറേ, ഇതുവരെ കണ്ടു കിട്ടിയില്ലല്ലേ? ഇല്ല. ഹലോ തമ്പിയാ? അതെ. ഇളയമേടാ? ഓ. ചേട്ടത്തി എന്തേ? ഇളയമേടി അമേരിക്കന്ന്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ അമ്പലത്തിൽ പോയെന്ന് പറ. ഇളയമ അമ്മ ഭദ്രയോടൊപ്പം അമ്പലത്തിൽ പോയിരിക്കുക. ഇത് ചേട്ടത്തിയുടെ പിറന്നാളല്ലേ, വിളിച്ചൊരു വിശ്വസ് പറയാമെന്ന് വിചാരിച്ചു. നിനക്ക് സുഖമല്ലേ? ചേച്ചി വരുമ്പോ വിളിച്ചോന്ന് പറഞ്ഞേക്കണേ. ശരി, പറയാം. മോർണിംഗ് സാർ. ഹലോ. അതെ, 2 ദിവസത്തിനകത്ത് കൊടുത്തു വിട്ടേക്കാം. ഗുഡ് മോർണിംഗ് സാർ. അതെ, എടുക്കൊന്ന് നോക്കാം. ഹലോ. ഹലോ. അതെ സാർ വേറെ ഫോണിലാണ്. ചോദിച്ചിട്ടുണ്ട്, വന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാം. വേണ്ട പോലെ ചെയ്യാം. ഓക്കെ സാർ. താങ്ക് യു. സാർ സ്കൈലറിൽ നിന്നാണ്. ഹലോ. അതെ, ഇന്ന് കുറച്ച് തിരക്കില്ല, നാളെ വിളിക്കാം. ഓക്കെ, സീ യു. നീ എന്താണ് അവിടെ? സ്കൂളിൽ പോയില്ലേ? പപ്പാ, മമ്മ. എന്താടി? ചേട്ടാ എന്തായി? ഓ, നീ ഒന്ന് സമാധാനമായിരിക്കുക. ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ മോൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. മോനൂടെ ഉണ്ട്. ശരി ശരി, എല്ലാ വഴിയും നോക്കുന്നുണ്ട്. ഓഫീസിൽ കയറി കുത്തിരിക്കാണ്ട് അങ്ങോട്ട് പോയി അന്വേഷിച്ചേ. എന്താണ്? ഓഫ്, എനിക്കൊരു സമാധാനവുമില്ല. നീ എന്നെ കൂടെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഒന്ന് ഫോൺ വെച്ചേ. ഹലോ. നാളെ ഈവനിങ് കാണാം. ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്ലീസ് പ്ലീസ്. താങ്ക് യു. ഓക്കെ ഓക്കെ. സാർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ലോക്ടെക്കിന് 2 ബില്ലുണ്ടായിരുന്നു. 2ഉം പഴയതാ. ആ പേയ്മെന്റ് ഇന്ന് തന്നെ വേണമെന്ന് പറയും. പ്ലീസ്, ഇന്ന് നല്ല തിരക്കാ, നാളെ കൊണ്ടുവരൂ. ഓക്കെ ഓക്കെ. ഹലോ. അതെ അതെ, കാർത്തികൻ നമ്പിയാണ്. യെസ് യെസ് യെസ്, കൊടുത്തിരുന്നു. ഓ, താങ്ക് ഗോഡ്. അഡ്രസ്സ് ഒന്ന് പറയാമോ? 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ പ്ലീസ്. സീനറെ ലാൻഡ്മാർക്ക് ഒന്ന് പറയാമോ? എന്താ, പെട്രോൾ പമ്പിൻ്റെ കഴിഞ്ഞിട്ടോ? ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ തന്നെ തിരിക്കുവാണേ. താങ്ക് യു സോ മച്ച്. ഈ അഡ്രസ് നോക്കാമോ? കരുണാലയം. ഇവിടുന്ന് നേരെ പോവാ, ഫസ്റ്റ് ലെഫ്റ്റ്. താങ്ക് യു. സാറായിരുന്നോ? വരൂ സാർ.
വളർത്തുനായയെ നഷ്ടപ്പെട്ടു. യെസ്, ഇറ്റ്സ് മൈ ലാസ. വേർ ഷീ? ലാസ ലാസ നിക്ക്. ഇവിടെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. സന്തോഷമായിട്ട് നിൽക്കാം. നിനക്ക് വേണ്ടത് പട്ടിയല്ലേ? കൊണ്ടുപോയിക്കോ. ഈ പട്ടിയെ കാണാതെ എന്റെ മോൻ ഒരു നിമിഷം പോലും കഴിയാനാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ ആ സാറിനോട് ഞാൻ പറഞ്ഞത്. ഈ വഴി പോലും നീ മറന്നുപോയല്ലോടാ മക്കളെ.